In this video, we are going to solve a problem using simplex method. So the problem is Z max equal to 3x1 plus 2x2 plus 5x3 subject to x1 plus 2x2 plus x3 less than or equal to 430, 3x1 plus 2x2 less than or equal to 460, x1 plus 4x2 less than or equal to 420, x1, x2, x3 greater than or equal to 0. ഇപ്പോൾ ഇവിടെ സിംപ്ലെക്സ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ദ ഗിവൺ ജനറൽ എൽ പി പി ടു സ്റ്റാൻഡേർഡ് എൽ പി പി. അപ്പോൾ ജനറൽ എൽ പി പി ടു സ്റ്റാൻഡേർഡ് എൽ പി പിയുടെ കുറേ പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാം. സെഡ് മാക്സിമം ആയതുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ അതുപോലൊക്കെ തന്നെ കൊടുക്കാം. സെഡ് maximum equal to 3x1 plus 2x2 plus 5x3 subject to ഇവിടെ കൺസ്ട്രെയിൻസ് തന്നിരിക്കുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 430 ആണ്. ലെസ് ദാൻ വരുമ്പോൾ സ്ലാക്ക് വേരിയബിൾ യൂസ് ചെയ്യണം, സ്ലാക്ക് ആഡ് ചെയ്യണം. x1 പ്ലസ് 2x2 plus x3 plus s1 equal to 430. Next one 3x1 plus 2x3 plus s2 equal to 460. x1 plus 4x2 plus s3 equal to 420. x1, x2, x3, s1, s2, s3 greater than or equal to 0. ജനറൽ എൽ പി പിയെ സ്റ്റാൻഡേർഡ് എൽ പി പി ആയിട്ട് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് ദി വാല്യൂസ് ഓഫ് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അപ്പോൾ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന x1, x2, x3 എല്ലാം ഈക്വൽ ടു 0 ആയിരിക്കും. x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x3 ഈക്വൽ ടു 0. x1, x2, x3 0 ആകുമ്പോൾ s1, s2, s3യുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ x1, x2, x3 0 ആണെങ്കിൽ s1 ഈസ് ഈക്വൽ ടു 430 അല്ലേ. 0 പ്ലസ് 2 ഇൻറ്റു 0 ഈസ് 0 പ്ലസ് 0 ഈ ടേംസ് എല്ലാം 0 ആവും. സോ s1 ഈക്വൽ ടു 430. അതുപോലെ തന്നെ സെക്കൻഡ് കൺസ്ട്രെയിനിൽ സെക്കൻഡ് ഇക്വേഷനിൽ s2 ഈക്വൽ ടു 460, s3 ഈക്വൽ ടു 420. 2 സ്റ്റെപ്സ് നമ്മൾ ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ദി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എൽ പി പി ഇൻറ്റു മെട്രിക്സ് ഫോം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഈ എഴുതിയേക്കുന്നത് ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതാം. മെട്രിക്സ് ഫോം എന്ന് പറയുമ്പോൾ എ എക്സ് ഈക്വൽ ടു ബി. എ എന്ന് പറയുന്നത് ഈ x1, x2, x3, s1, s2, s3യുടെ കോയിഫിഷ്യൻസ് വരുന്നതാണ് എ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾസ് എല്ലാം x1, x2, x3, s1, s2, s3. ബി എന്ന് പറയുന്നത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയേക്കുന്ന ഈക്വേഷൻസിൻ്റെ വാല്യൂസാണ്. നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. x1, x2, x3, s1, s2, s3. അത് ഫസ്റ്റ് ഇക്വേഷനിൽ 1, 2, 1, 1, 0, 0 അല്ലേ. ഇവിടെ s2, s3 ഇല്ല, അപ്പോൾ അത് രണ്ട് ടേം 0. നെക്സ്റ്റിൽ s1ൻ്റെ കോയിഫിഷ്യൻ 3, x2 0, 2, s1 is 0, s2 is 1, 0. Next one x1 is 1, x2 is 4, x3 0, s1 0, 0 and 1.
എക്സ് എന്ന് പറയുന്നത് ആ വേരിയബിൾസ് അല്ല x1 x2 x3 s1 s2 s3 equal to 430 460 420. ഇതാണ് മെട്രിക്സ് ഫോർമുല. കൺസ്ട്രക്ട് ദ ഇനിഷ്യൽ സിംപ്ലെക്സ് ടേബിൾ. അടുത്ത ഇനിഷ്യൽ സിംപ്ലെക്സ് ടേബിൾ വരച്ചു. ഇതുപോലൊക്കെ നിങ്ങളും വരയ്ക്കണം. ഇവിടെ കുറച്ച് സ്പേസ് വിട്ടേക്കണം. അപ്പോൾ സി ജെ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫങ്ഷനിലെ കോയിഫിഷ്യൻസ് ഓഫ് x1 x2. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എഴുതുമ്പോൾ 0s1 0s2 പ്ലസ് 0s3യും കൂടെ എഴുതും. അപ്പോൾ സി ജെ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് LPP എനിക്കകത്തെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസിനകത്ത് വരുന്ന കോയിഫിഷ്യൻസ് ആണ്. അപ്പോൾ x1ൻ്റെ കോയിഫിഷ്യൻറ്റ് 3, x2 ഈസ് 2, x3 ഈസ് 5, s1 0, s2 0, s3 0. ഇനി ബി എന്ന് പറയുന്നത് ഈ s1 s2 s3 ദാറ്റ് ഈസ് സ്ലാക്ക് ഓർ സർപ്ലസ് വേരിയബിൾ ആണ്. s1 s2 s3. സി ബി എന്ന് പറയുന്നത് ഇതിൻ്റെ കോയിഫിഷ്യൻസ് ആണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 0 0 0. എക്സ് ബി എന്ന് പറയുന്ന ഈ മെട്രിക്സിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയേക്കുന്നത് 4 3 0 4 6 0 4 2 0. ഇനി ഇതിനകത്ത് ബാക്കിയുള്ള വാല്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മെട്രിക്സിനകത്ത് x1 x2 x3 s1 s2 s3ക്കകത്ത് ഈ കോയിഫിഷ്യൻസ് എല്ലാം എൻ്റർ ചെയ്താൽ മതി. ഇപ്പോൾ 1 2 1 1 0 0 3 0 2 0 1 0 1 4 0 0 0 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ സിംപ്ലെക്സ് ടേബിൾ. അപ്പോൾ ഇനി സിംപ്ലെക്സ് മെത്തേഡിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. 4th സ്റ്റെപ്പ് വരെ കഴിഞ്ഞു. 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി വാല്യൂസ് ഓഫ് ഇസഡ് ജെ മൈനസ് സി ജെ ആൻഡ് ചെക്ക് ദി ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫോർ ഓപ്റ്റിമാലിറ്റി. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ഇസഡ് ജെ മൈനസ് സി ജെ. അപ്പോൾ ഇസഡ് ജെ മൈനസ് സി ജെ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? സമ്മേഷൻ സി ബി എക്സ് ജെ മൈനസ് സി ജെ. ഇസഡ് ജെ മൈനസ് സി ജെ കണ്ടുപിടിക്കാം. ഈക്വൽ ടു ഇസഡ് ജെ ഈസ് സമ്മേഷൻ സി ബി എക്സ് ജെ മൈനസ് സി ജെ. Z1 മൈനസ് C1 ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, സമ്മേഷൻ സി ബി x1 മൈനസ് C1. അപ്പോൾ x1 എന്ന് പറയുന്ന ഈ വാല്യൂസാണ്, സി ബി എന്ന് പറയുന്ന ഈ വാല്യൂസ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ കിട്ടാൻ വേണ്ടി 0 ഇൻറ്റു 1 ഒരെണ്ണം നമുക്ക് ചെയ്യാം. 0 ഇൻറ്റു 1 Z1 മൈനസ് C1ൻ്റെ വാല്യൂ ആണ്. 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 3 സമ്മേഷനാണ്, അപ്പോൾ പ്ലസ് ചെയ്യാം. പ്ലസ് 0 ഇൻറ്റു 1 അല്ലേ, ഇത്രയുമാണ് ഇതിൻ്റെ ടേമാണ്. മൈനസ് C1 എന്ന് പറയുന്നത് 3 which is equal to ഇതെല്ലാം 0 ആയി മൈനസ് 3. അപ്പോൾ ഇവിടുത്തെ വാല്യൂ മൈനസ് 3. അപ്പോൾ ഇവിടെ എല്ലാം 0 ആയതുകൊണ്ട് 0 ഇൻറ്റു അടുത്തതും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഈ ടേം എല്ലാം കൂടെ എന്താകും? 0 ആകും. അപ്പോൾ 0 മൈനസ് C2 ഇപ്പോൾ 2 ആണ്, അപ്പോൾ മൈനസ് 2. ഇവിടെ വരുമ്പോൾ മൈനസ് 5. അടുത്തത്
0 0 0. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇസഡ് ജെ മൈനസ് സി ജെ വരെ കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. If all Zj minus Cj greater than or equal to 0, the optimal solution will be obtained. എല്ലാ വാല്യൂസും Zj മൈനസ് സി ജെയുടെ എല്ലാ വാല്യൂസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അറ്റ്ലീസ്റ്റ് 1 Zj മൈനസ് സി ജെ ഈസ് നെഗറ്റീവ്, ദെൻ ഇൻഡിക്കേറ്റ് ബൈ ആൻ ആരോ ആൻഡ് ദിസ് കോളം ഈസ് കോൾഡ് കീ കോളം. ഇനി ഇതിലെ ഒരു എലിമെൻ്റ് എങ്കിലും മൈനസ് ആയാൽ, നെഗറ്റീവ് ആയാൽ ആ വാല്യൂവിനെ നമ്മൾ ആരോ കൊടുക്കുക, എന്നിട്ട് ആ കോളം എന്തായിരിക്കും? കീ കോളം ആയിരിക്കും. ഇനി മോർ ദാൻ 1 ആണെങ്കിൽ, മോർ ദാൻ 1 നെഗറ്റീവ് വരുവാണെങ്കിൽ ചൂസ് ദ മോസ്റ്റ് നെഗറ്റീവ് ഓഫ് ദം. അതിനകത്ത് ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് വാല്യൂ നോക്കുക. ആൻഡ് ദിസ് കോളം ഈസ് കോൾഡ് ദി കീ കോളം. അതായിരിക്കും കീ കോളം. അപ്പോൾ ഇനി ആ സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഇസഡ് ജെ മൈനസ് സി ജെ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. അതായത് ഇവിടുത്തെ 3 വാല്യൂസും നെഗറ്റീവാണ്. 3 വാല്യൂസ് നെഗറ്റീവാണ്. അങ്ങനെ വരുമ്പോൾ മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഇതാ അല്ലേ? അപ്പോൾ അവിടെ എന്ത് കൊടുക്കാൻ പറഞ്ഞു? ഒരു ആരോ കൊടുക്കുക. അതുപോലെ തന്നെ ആ കോളമാണ് കീ കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കീ കോളം. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ആദ്യം നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 3 നെഗറ്റീവാണ്. അതിനകത്ത് മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ -5 ആണ്. അവിടെ എന്ത് കൊടുക്കണം? ആരോ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കോളത്തിനെയാണ് എന്ത് പറയുന്നത്? കീ കോളം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കീ കോളം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. 5th വരെ നമ്മൾ ചെയ്തു. അടുത്ത 6th എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് മിനിമം റേഷ്യോ. മിനിമം റേഷ്യോ ഈക്വൽ ടു എക്സ് ബി ബൈ സി കെ. സി കെ എന്ന് പറയുന്നത് എന്തുവാ? കീ കോളമാണ്. അത് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഗ്രേറ്റർ ദാൻ 0. അപ്പോഴും മിനിമം റേഷ്യോ കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ സ്പേസ് വിട്ടത്. മിനിമം റേഷ്യോ ഈസ്, ഫോർമുല എന്തുവായിരുന്നു? എക്സ് ബി ബൈ സി കെ. കീ കോളമാണ് സി കെ. വിച്ച് ഈസ് ഈക്വൽ ടു സി കെ എന്ന് പറയുന്നത് ഇവിടെ ഏതാ? x3 ആണ്. എക്സ് ബി ബൈ x3. x3 എങ്ങനെ ആയിരിക്കും? ഗ്രേറ്റർ ദാൻ 0. എക്സ് ബി ഈസ് 430 by x3 is ഇവിടെ 1 ഈക്വൽ ടു 430. അടുത്ത 460 by 2 ഈക്വൽ ടു 230. അടുത്ത 420 by 0. 0 എടുക്കാൻ പാടില്ല അല്ലേ? ഗ്രേറ്റർ. അപ്പോൾ അത് ഒന്നും ചെയ്യണം. ഇനി ഇത് രണ്ടിനകത്തെ മിനിമം വാല്യൂ എടുക്കുക. ഇതിൽ രണ്ടിലെ മിനിമം വാല്യൂ ഏതാ? 230. അപ്പോൾ അവിടെ ആരോ കൊടുക്കുക. ആ റോയാണ് കീ റോ. അപ്പം നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ കീ റോ. ഇത്രയും മനസ്സിലായോ? ഇനി ഇതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഈ 2 ആണ് അല്ലേ? അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് കീ എലിമെൻ്റാണ്. ഇത് കീ റോയാണ്. കോമൺ ആയിട്ട് വരുന്ന ഈ വാല്യൂ എന്തായിരിക്കും? കീ എലിമെൻ്റാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അത് കൺസ്ട്രക്ട് ദ ന്യൂ സിംപ്ലെക്സ് ടേബിൾ ബൈ എൻട്രിങ് ഇൻകമ്മിങ് വേരിയബിൾ. ഇൻകമ്മിങ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. കീ റോയും കീ കോളവും വന്നേക്കുന്നതിനകത്ത് x3 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻകമ്മിങ് വേരിയബിൾ.
അതുപോലെ തന്നെ കീ റോയുടെ കൂടെ വന്നേക്കുന്ന S2 ആണ് ഔട്ട് ഗോയിങ് വേരിയബിൾ. S2 എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് വേരിയബിൾ, X3 എന്ന് പറയുന്നത് ഇൻകമ്മിങ് വേരിയബിൾ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഈ ഇൻകമ്മിങ് വേരിയബിൾ യൂസ് ചെയ്തുകൊണ്ട് അടുത്ത സിംപ്ലെക്സ് ടേബിൾ ഉണ്ടാക്കും. ഇനി ഫസ്റ്റ് ഇറ്ററേഷൻ. ഇനിഷ്യൽ സിംപ്ലെക്സ് ടേബിളിൽ ZJ മൈനസ് CJയുടെ വാല്യൂ നെഗറ്റീവ് വന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇറ്ററേഷൻ, അതായത് നെക്സ്റ്റ് സിംപ്ലെക്സ് ടേബിൾ വരച്ചു. അതിനകത്ത് സെയിം ഇവിടെ എഴുതിയേക്കുന്ന കണക്ക് തന്നെയുള്ള എല്ലാം വരച്ചിട്ട് ഇവിടെ CJ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫങ്ഷനാണ്. ഒബ്ജക്റ്റീവ് ഫങ്ഷൻ്റെ വാല്യൂ മാറുന്നില്ല. സോ റൈറ്റ് ദി സെയിം ആസ് എബവ് 3 2 5 0 0 0. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻകമ്മിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ X3 ആണ്. അപ്പോൾ ഔട്ട് ഗോയിങ് വേരിയബിൾ ഈസ് S2. സോ S2ന് പകരം എന്ത് കൊടുത്തു? X3 കൊടുത്തു. അപ്പോൾ S1 X3 S3. ഇനി ഇതിൻ്റെ വാല്യൂസ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് S1ൻ്റെ കോയിഫിഷ്യൻ്റ് 0, X3യുടെ കോയിഫിഷ്യൻ്റ് 5, S3യുടെ കോയിഫിഷ്യൻ്റ് 0. ഇനി ഇവിടെ വന്നേക്കുന്ന കീ എലിമെൻറ്റ് ഉള്ള ആ റോയിൽ കീ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പോൾ അതിനെ 1 ആക്കണം. 1 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ ഈ കീ റോയിലെ എല്ലാ എലിമെൻറ്റ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 460 ഡിവൈഡഡ് ബൈ 2 ഈസ് 230. 3 divided by 2 is 3 by 2. 0 divided by 2 is 0. 2 divided by 2 is 1. 0 divided by 2 is 0. 1 divided by 2 is 1 by 2. 0 divided by 0 is 0. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇവിടെ വന്നേക്കുന്ന വേരിയബിൾസ് S1 S2 S3 എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ ഈ 3 വാല്യൂസ് നോക്കുക. S1 S2 S3യുടെ ഇവിടെ ഡയഗണൽ എലിമെൻറ്റ്സ് എല്ലാം 1 ആണ്. അപ്പോൾ ഈ എലിമെൻറ്റ്സ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ S1 S3 S3 S1 X3 S3 വരുന്ന എലിമെൻറ്റ്സും എങ്ങനെ ആയിരിക്കണം? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ S1 വരുന്നിടത്ത് ഇവിടെ 1, X3 ഉള്ള ടേം എന്തായിരിക്കും അന്നേരം 0, X3 വരുന്നത് 0. അതുപോലെ തന്നെ S3 വരുന്നത് 1, X3 വരുന്ന ടേം 0, S1 വരുന്ന ടേം 0. ഇനി ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിഷ്യൽ സിംപ്ലെക്സ് ടേബിൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് 430 ഇൻറ്റു 2 മൈനസ് 460 ഇൻറ്റു 1. അതായത് ഇതിനെ ഒരു റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഈ ടേംസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ കീ എലിമെൻ്റ് ചെയ്യണം. 430 ഇൻറ്റു 2 മൈനസ് 460 ഇൻറ്റു 1. ഇവിടെ ചെയ്യാം. 430 ഇൻറ്റു 2 മൈനസ് 460 ഇൻറ്റു 1 ബൈ 2 ഈക്വൽ ടു 860 minus 460 by 2 equal to 400 by 2 equal to 200. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 200. നെക്സ്റ്റ് ഇവിടുത്തെ വാല്യൂ ഇപ്പോൾ ചെയ്യുന്നത് 420 ഇൻറ്റു 2 minus 460 into 0 minus 460 into 0 divided by 2 equal to ഈ ടേം 0 ആവും. 840 divided by 2 equal to 420.
അപ്പോൾ ഇവിടുത്തെ വാല്യൂ 420. അതുപോലെ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ വരുമ്പോൾ 1 × 2 minus 3 × 1, 1 × 2 minus 3 × 1 divided by 2 equal to 2 minus 3 by 2 equal to minus 1 by 2. So here it is minus 1 by 2. അടുത്ത ഇവിടുത്തെ 1 × 2 minus 3 × 0. 1 × 2 minus 3 × 0 divided by 2 equal to ഈ term 0 ആവും. 2 by 2 is 1. So 1. ഇനി ഇവിടുത്തെ രണ്ട് വാല്യൂസ്. അപ്പോൾ അതും 2 × 2 4 minus 1 × 0 × 1 is 0 divided by 2. അപ്പോൾ 4 by 2 equal to 2. ഇനി ഇവിടുത്തെ അപ്പോൾ 4 × 2 minus 0 × 0 divided by 2. അപ്പോൾ 4 × 2 is 8. 8 by 2 is 4. ഇനി ഇവിടുത്തെ വാല്യൂ 0. അപ്പോൾ 0 × 2 minus 1 × 1. 0 × 2 minus 1 × 1 is minus 1 by 2. നെക്സ്റ്റ് ഇവിടുത്തെ അപ്പോൾ 0 × 2 minus 0 × 1 is 0 divided by 2 is 0. നെക്സ്റ്റ് Zj മൈനസ് സി ജെ കണ്ടുപിടിക്കണം. Zj മൈനസ് സി ജെ കണ്ടുപിടിക്കാൻ വേണ്ടി സി ബി എക്സ് ജെ മൈനസ് സി ജെ സമ്മേഷൻ സി ബി എക്സ് ജെ മൈനസ് സി ജെ വഴി നോക്കിയാൽ 0 × minus 1 by 2 is 0 plus 5 × 3 by 2 plus 0 × 1 is 0. അപ്പോൾ ഈ സമ്മേഷൻ്റെ ഈ പാർട്ട് കഴിഞ്ഞു. മൈനസ് സി ജെ ഇവിടുത്തെ C1 എന്ന് പറയുന്നത് 3 which is equal to 15 by 2 minus 3 equal to LCM എടുക്കുക minus 6 equal to 9 by 2. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 9 by 2. ഇനി അതുപോലെ തന്നെ ഇവിടുത്തെയും കണ്ടുപിടിക്കാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. വാല്യൂ അന്നേരം -2 കിട്ടും. ഇവിടെ 0 0 5 by 2 0. Zj മൈനസ് സി ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമം എന്ന് പറയാം അല്ലേ. ബട്ട് ഇവിടെ എന്താണ് ഒരു വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് വരുന്നിടത്ത് എന്ത് കൊടുക്കുക, ആ വാല്യൂവിൻ്റെ നേർക്ക് ആരോ കൊടുക്കുക. എന്നിട്ട് ആ കോളം സെലക്ട് ചെയ്യുക. ആ കോളം സെലക്ട് ചെയ്യുമ്പോൾ ആ കോളത്തിൻ്റെ വരുന്ന ഈ x2 എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമ്മിങ് വേരിയബിളാണ്. ഈ കോളത്തെ പറയുന്നത് കീ കോളം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, മിനിമം റേഷ്യോ കണ്ടുപിടിക്കണം. മിനിമം റേഷ്യോയുടെ ഫോർമുല എങ്ങനെയാണ്, എക്സ് ബി ബൈ ഇവിടെ വന്നേക്കുന്നത് ഏതാ x2 ആണ് അല്ലേ. അപ്പോൾ x2 വെയർ x2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എക്സ് ബി ഈസ് 200 200 by 2 ഈക്വൽ ടു 100. അടുത്ത് 230 by 0 എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാൽക്കുലേഷൻ അതുകൊണ്ട് തന്നെ ഇട്ടാൽ മതി. 420 by 4 ഈക്വൽ ടു 105. ഇതിനകത്ത് മിനിമം വാല്യൂ എടുക്കുക. അപ്പോൾ മിനിമം വാല്യൂ 100 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആരോ കൊടുക്കാം. എന്നിട്ട് ആ റോ സെലക്ട് ചെയ്യാം. ആ റോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ S1 എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ്
വേരിയബിളാണ്, ഔട്ട് ഗോയിങ് വേരിയബിൾ. ഇനി ഈ സെലക്ട് ചെയ്ത ഈ റോ എന്ന് പറയുന്നത് കീ റോയാണ്. അപ്പോൾ കീ കോളവും കീ റോയുടെയും കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റിനെ പറയുന്നത് കീ എലിമെൻ്റാണ്. ഇതാണ് നമ്മുടെ കീ എലിമെൻറ്റ്. അടുത്തത് ഇസഡ് മൈനസ് സി ജെ നെഗറ്റീവ് വന്നുകൊണ്ട് സെക്കൻഡ് ഇറ്ററേഷൻ നോക്കുക. അതായത് അടുത്ത സിംപ്ലെക്സ് ടേബിൾ വരച്ചു, അത് കണക്ക് തന്നെ നേരത്തെ വരച്ചത് കണക്ക് തന്നെ സിംപ്ലെക്സ് ടേബിൾ വരച്ചു, അതിനകത്ത് ഇതെല്ലാം മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ സി ജെ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, അത് സെയിം തന്നെയാണ്, ചേഞ്ച് ആവത്തില്ല, വാല്യൂ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇൻകമ്മിങ് വേരിയബിൾ ഏതാണോ ഔട്ട് ഗോയിങ് വേരിയബിൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇൻകമ്മിങ് വേരിയബിൾ x2, ഔട്ട് ഗോയിങ് വേരിയബിൾ s1. അപ്പോൾ s1ന് പകരം എന്ത് കൊടുക്കാം? x2, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി x2ൻ്റെ വാല്യൂ 2, x3യുടെ വാല്യൂ 5, s3യുടെ വാല്യൂ 0. ഇനി ഇവിടെ ചെയ്യുന്നത് ഈ കീ എലിമെൻറ്റിൻ്റെ വാല്യൂ എന്തായിട്ട് വേണം? 1 വരണം. അപ്പം 1 വരാൻ വേണ്ടി ഏതും കൊണ്ട് ഡിവൈഡ് ചെയ്യണം? എൻറ്റയർ റോയിലെ എലിമെൻറ്റ്സിനെ ഏതും കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 200/2 100 minus 1/2/2 minus 1/4. 2 divided by 2 is 1, 0 divided by 2 is 0, 1 divided by 2 is 2, minus 1/2 divided by 2 is minus 1/4, 0. ഇനി നമുക്ക് ഈ വേരിയബിൾസിൻ്റെ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ x2 1, x3 0, s3 0. ഇനി ഇവിടെ x3 1 ആണ്, ഈ റോയിൽ x3 1ഉം x2ഉം s3യും 0 ആയിരിക്കും, ഇതും 0. ഇനി s3 വരുന്നിടത്ത് s3 1ഉം x2 x3 എന്താണ്? 0 ആണ്, x2 x3 0. അപ്പോൾ റെസ്റ്റ് ഓഫ് ദി വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ടേബിൾ യൂസ് ചെയ്യണം. അത് നേരത്തെ ചെയ്തത് കണക്ക് തന്നെയാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ കീ എലിമെൻറ്റ് വെച്ച് ചെയ്യണം. അത് നിങ്ങൾ ചെയ്ത് ആൻസർ നോക്കുക. അവിടുത്തെ എല്ലാ എലിമെൻറ്റ്സും ഫില്ല് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇസഡ് ജെ മൈനസ് സി ജെ ആണ്. ഇസഡ് ജെ മൈനസ് സി ജെ എന്ന് പറയുന്നത് 2 ഇൻറ്റു മൈനസ് 1/4 പ്ലസ് 5 ഇൻറ്റു 3/2 പ്ലസ് 0 ഇൻറ്റു 2 മൈനസ് 3. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 9/2. അങ്ങനെ ഓരോ വാല്യൂസും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇസഡ് ജെ മൈനസ് സി ജെ എല്ലാം എന്താണ്? പോസിറ്റീവാണ്. നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ പിന്നെ സ്റ്റെപ്പ് 5 and 6 കണ്ടിന്യൂ ചെയ്ത് മിനിമം റേഷ്യോ എല്ലാം കണ്ടുപിടിച്ച് ഇൻകമ്മിങ് വേരിയബിളും എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഇറ്ററേഷൻ ചെയ്യണം. ഇവിടെ ഇപ്പം ഇസഡ് ജെ മൈനസ് സി ജെ എന്ന് പറയുന്നത് എന്ത് കിട്ടി? എല്ലാം പോസിറ്റീവാണ്. ദെയർഫോർ സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമം. സിൻസ് ഇസഡ് ജെ മൈനസ് സി ജെ greater than or equal to 0, then solution is optimum. That is, ഇവിടെ വന്നേക്കുന്ന വാല്യൂസ് x1 x2 x3 എഴുതുക. അപ്പോൾ ഇവിടെ x2 ഈക്വൽ ടു 100, x3 ഈക്വൽ ടു 230 ആൻഡ് x1 ഇല്ല, ദാറ്റ് ഈസ് x1 ഈക്വൽ ടു 0. ക്വസ്റ്റ്യനകത്ത് മാക്സിമം ഇസഡ് ആണ് പറഞ്ഞേക്കുന്നത്. ഇസഡ് മാക്സ് ഈക്വൽ ടു, അപ്പോൾ ഫോർമുല ഈസ് സമ്മേഷൻ സി ബി എക്സ് ബി വിച്ച് ഈസ് ഈക്വൽ ടു സി ബി ഈസ് 2, എക്സ് ബി ഈസ് 100. അങ്ങനെ ഇതെല്ലാം സമ്മേഷനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 100 പ്ലസ് 5 ഇൻറ്റു
230 plus 0 into 20, which is equal to 1350.